വാർത്തകൾ വിശദമായി. കൊച്ചി കേന്ദ്രീകരിച്ച് ആരംഭിക്കാനിരിക്കുന്ന വാട്ടർ മെട്രോ പദ്ധതിയിൽ കൊടുങ്ങല്ലൂർ മേഖലയെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. അയൽ ജില്ലകളുമായി ബന്ധപ്പെടുവാൻ റോഡ് ഗതാഗതത്തെ മാത്രം ആശ്രയിക്കുന്ന കൊടുങ്ങല്ലൂരിന് വാട്ടർ മെട്രോ ഒരു അനുഗ്രഹമായിരിക്കും. കൊടുങ്ങല്ലൂരിൽ നിന്നും പുറപ്പെടുന്ന വാട്ടർ മെട്രോ സർവീസ് പരമാവധി 2 മണിക്കൂർ കൊണ്ട് എറണാകുളത്തെത്തും. വാഹനത്തിരക്കേറിയ ദേശീയപാത 66 യാത്രയെ അപേക്ഷിച്ച് ജലയാത്ര സുഖകരവും ആയാസരഹിതവുമായിരിക്കും. മലിനീകരണം താരതമ്യേന കുറഞ്ഞ ജലവാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി മുസ്രിസ് പൈതൃക പദ്ധതി പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ദേശീയപാതയിലെ വാഹനത്തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും ചെയ്യും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 200 കോടി രൂപ ചെലവിൽ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ദേശീയ ജലപാതയുടെ പ്രവർത്തനം ആദ്യം ആരംഭിക്കണം. ഇപ്പോഴാണെങ്കിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് പൊന്നാനി വരെയുള്ള ജലപാതയുടെ പ്രവർത്തനം ഏകദേശം നടന്ന് കഴിഞ്ഞിരിക്കുക. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കൊടുങ്ങല്ലൂരിലെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരാവശ്യം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ബസ് യാത്ര എറണാകുളത്തേക്ക് കുറെ കൂടി ക്ലേശകരമായ സാഹചര്യത്തിൽ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് എറണാകുളത്ത് നിന്നും ബോട്ട് വഴി ഒരു യാത്ര ദിവസേന 2 നേരങ്ങളിൽ കാലത്തും വൈകിട്ടും ഒരു ബോട്ട് ട്രാൻസ്പോർട്ടിംഗ് വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ്. അത് വളരെ എളുപ്പവും പ്രത്യേകിച്ച് അതിന് ചെലവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ബോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ 1-2 ബോട്ട് ഉണ്ടെങ്കിൽ തന്നെ ബസ് യാത്ര ആളുകൾക്ക് ഒഴിവാക്കാൻ കഴിയും. ബസ്സിലെ തിരക്കും ട്രാഫിക് ജാമും ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും. വാട്ടർ മെട്രോ ആരംഭിക്കുന്നതിന് ബോട്ടൊഴികെ മറ്റു സംവിധാനങ്ങളൊന്നും തന്നെ കൊടുങ്ങല്ലൂരിൽ ഒരുക്കേണ്ടതില്ല. ചെറുകിട ബോട്ടുകൾക്ക് കോട്ടപ്പുറം ആംഫി തിയേറ്ററിലും വലിയ ജലവാഹനങ്ങൾക്ക് കോട്ടപ്പുറം പാലത്തിന് സമീപമുള്ള ദേശീയ ജലപാത ടെർമിനലിലും കരയ്ക്കെടുക്കാം. അധിക സാമ്പത്തിക ബാധ്യതയില്ലാതെ പുതിയൊരു ഗതാഗത മാർഗം തുറക്കുന്നത് മധ്യകേരളത്തിന് ഏറെ ഗുണകരമായി മാറും. വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജലഗതാഗത വകുപ്പിന്റെ സഹായം തേടുമെന്ന് കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ KR ജയത്രൻ പറഞ്ഞു. അതിന് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതാണ്. നഗരസഭ ഇക്കാര്യത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുമായി വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളത്തുള്ള അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ ഒരു 2 ബോട്ടെങ്കിലും ആരംഭിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.